ഗവർണർക്കെതിരെ നിശിതമായ വിമർശനമാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. വിവരങ്ങളുമായി എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, നിലവിട്ട നിലപാടാണ് ഗവർണർക്ക് എന്ന് തുടങ്ങി കൃത്യമായ വിമർശനം ഇതിനു മുൻപേയും നടത്തിയിട്ടുള്ള CPIM നിലപാട് തന്നെ ആവർത്തിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ, അല്ലേ? തീർച്ചയായും മഞ്ജന, വിശദമായി തന്നെ എല്ലാ കാര്യങ്ങളിലും എം വി ഗോവിന്ദൻ മാസ്റ്റർ കാര്യങ്ങൾ വ്യക്തമാക്കി. പ്രധാനമായും ഒന്ന് പറഞ്ഞത് കേന്ദ്രത്തിനെതിരായിട്ടുള്ള ദില്ലിയിലുള്ള സമരം തന്നെയാണ്. കാരണം ഈ സമരത്തെ വലിയ തോതിൽ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ട്. ഇത് സമരമല്ല, സമ്മേളനമാണ് എന്ന തരത്തിലൊക്കെ മാധ്യമങ്ങൾ തെറ്റായ രീതിയിൽ വാർത്ത നൽകുന്നുണ്ട്. ഇത് അടിസ്ഥാനരഹിതമാണ് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ആദ്യമായി വ്യക്തമാക്കിയത്. സമരം ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം തന്നെ മറ്റൊരു വിഷയം, ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾക്കെതിരെ സുപ്രീം കോടതിയിൽ ശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിച്ച കാര്യം തന്നെയാണ്. കേന്ദ്ര ഏജൻസികളുടെ പ്രതികാര മനോഭാവം അത് അംഗീകരിക്കുന്നത് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു നിലപാട്. അത് ഫലപ്രദമായ ഒരു ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമായും CPIM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം ഗവർണറുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ഇതിൽ പ്രധാനമായും അദ്ദേഹം സൂചിപ്പിച്ചത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഊന്നി തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത്. ഗവർണർ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത് ഇത് ആദ്യമല്ല. പ്രത്യേകിച്ചും ഭരണഘടനാ രീതികൾക്ക് യോജിക്കുന്ന തരത്തിൽ അല്ല ഗവർണറുടെ നിലപാടുകൾ എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായ കാര്യമാണ്. നയപ്രഖ്യാപന പ്രസംഗം ഭരണഘടനാപരമായി ഗവർണർ നടത്തി എന്നുള്ളത് മാത്രമേ പറയുവാൻ സാധിക്കൂ. പക്ഷെ അതൊരു സാങ്കേതികമായ രീതിയിലാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ് അദ്ദേഹം വിമർശിച്ചത്. സാധാരണ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഗവർണർ നിലപാട് സ്വീകരിച്ചത്. ഒരു ഗവർണർ എന്ന രീതിയിൽ പൊതുവെ പെരുമാറേണ്ട രീതിയിൽ അല്ല അദ്ദേഹം പെരുമാറിയത് എന്നും വിമർശിച്ചു. ഒപ്പം തന്നെ ഗവർണർ പദവിയുടെ അന്തസ്സിന് ചേരുന്ന തരത്തിലല്ല അദ്ദേഹം പ്രവർത്തിച്ചത്. നിലവിട്ട ഒരു പെരുമാറ്റമാണ് ഗവർണറുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്നുള്ള കാര്യം തന്നെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയതും. മറ്റൊരു വിഷയത്തിൽ അദ്ദേഹം നടത്തിയ പ്രതികരണം ശ്രീരാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ്. 7 സംസ്ഥാനങ്ങളിൽ ഇതിനോടനുബന്ധിച്ച് കലാപങ്ങൾ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. ന്യൂനപക്ഷങ്ങൾക്കെതിരായ വലിയൊരു കടന്നാക്രമണം തന്നെയാണ് ഇതിന്റെ മറവിൽ നടന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു വാർത്താ സമ്മേളനത്തിൽ. ശരി, ശ്രീജിയാണ് വിവരങ്ങൾ നൽകിയത്.